الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد، واحد في أسمائه، واحد في صفاته، واحد في ذاته، واحد في أفعاله، ليس كمثله شيء وهو السميع البصير. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بلى من أسلم وجهه لله وهو محسن فله أجره عند ربه ولا خوف عليهم ولا هم يحزنون. اتقوا الله عباد الله، ഉസിക്കും വഇയ്യായ ബിത്തഖ്വല്ലാഹ്. ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. അർഹമർ റഹീമീനായ റബ്ബുൽ ഇസ്സത്ത് നാം ഓരോരുത്തർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നാം ഏവരും മരണമടയുന്നതിന്റെ പുറകെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച കാലം നമ്മളൊക്കെ ബർസഖിലാണ്, അല്ലെങ്കിൽ ഖബറിലാണ്. ആ ഖബറിൽ നമ്മെ അടക്കം ചെയ്ത് ബന്ധുമിത്രാദികൾ തസ്ബീത്ത് ചോദിച്ച് പിരിഞ്ഞു പോകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുന്ന രണ്ട് മലക്കുകൾ, അല്ലെങ്കിൽ മലായികത്തുകൾ. ആ മലക്കുകൾ ഈ ഖബറാളിയുടെ അരികിലേക്ക് കടന്നു വരികയും ഖബറാളിയെ എഴുന്നേൽപ്പിച്ചിരുത്തുകയും എന്നിട്ട് ഖബറാളിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യും. ആ ചോദ്യങ്ങളിൽ ഒന്നാണ് നിന്റെ ദീൻ ഏതാണ് എന്നത്. ഇസ്ലാമാണ് എന്റെ ദീൻ എന്നതാണ് ഒരു മുഅ്മിൻ നൽകുന്ന ഉത്തരം. പ്രിയമുള്ളവരെ, ഇസ്ലാമാണ് എന്റെ ദീൻ എന്നാണ് ഖബറിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലെ ഒരു ചോദ്യത്തിന് ഉത്തരമായി ഒരു മുഅ്മിൻ പറയുന്നത്. യഥാർത്ഥ ഇലാഹായ അള്ളാഹുവിനുള്ള സമർപ്പണമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. യഥാർത്ഥ ആരാധ്യനായ അള്ളാഹുവിനുള്ള സമർപ്പണമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ എമ്പാടും ആയത്തുകൾ കാണാം. ഉദാഹരണമായി 2-ാമത്തെ അധ്യായം സൂറത്തു അൽ ബഖറ 112-ാമത്തെ ആയത്ത് അല്ലാഹു പറയാണ്, ബലാ മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിനു ഫലഹു അജ്റുഹു ഇൻദ റബ്ബി വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ആര് നന്മ പ്രവർത്തിക്കുന്നവനായ നിലയിൽ തന്റെ മുഖത്തെ അള്ളാഹുവിന് സമർപ്പിച്ചുവോ അല്ലെങ്കിൽ കീഴ്പ്പെടുത്തിയോ അവനുള്ള പ്രതിഫലം അവന്റെ റബ്ബിന്റെ അടുത്തുണ്ട്. അവർക്ക് യാതൊരു ഭയവുമില്ല, അവർ വ്യസനിക്കേണ്ടി വരികയുമില്ല. അതായത് സ്വർഗത്തിൽ പ്രവേശിക്കുക അള്ളാഹുവിനുള്ള ഇഖ്ലാസോടെ, എല്ലാ ഇബാദത്തുകളും അള്ളാഹ്ക്ക് മാത്രമാക്കിക്കൊണ്ട് അവനിലേക്ക് തിരിഞ്ഞവർ മാത്രമാകുന്നു. അള്ളാഹ്ക്ക് ഇബാദത്തുകൾ കൊണ്ട് സമർപ്പിച്ചവർ മാത്രമാകുന്നു എന്ന്. ശരി പ്രിയമുള്ളവരെ, അപ്പൊ എന്താണ് ഇസ്ലാം? നമ്മളെല്ലാവരും മുസ്ലിങ്ങളാണെന്ന് പറയുന്നവരാണ്. നമ്മുടെ മതം ഏതാണെന്ന് ചോദിക്കുന്നിടത്ത് ഇസ്സത്തോടുകൂടി അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ വാചകം ഓർത്തിട്ട് നമ്മൾ പറയും ഇസ്ലാമാണ് എന്ന്. ശരി, എന്താണ് ഇസ്ലാം? മഹാനായ ഇമാമുദ് ദഅവ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി വളരെ കൃത്യമായ ഒരു നിർവചനം ഇസ്ലാമിനെ കുറിച്ച് പറയുന്നത് കാണാം. എന്താണത്? അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ് വൽ ഇൻഖിയാദു ലഹു ബിത്ത്വാഅ വമുവാലാത്തുൽ മുസ്ലിമീന വമുആദാത്തുൽ മുശ്രികീൻ.
അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തൗഹീദ് കൊണ്ട് സമർപ്പിക്കലും അനുസരണം കൊണ്ട് അവന് കീഴൊതുങ്ങലും മുസ്ലിങ്ങളെ സ്നേഹിക്കുകയും മുശ്രിക്കുകളെ ബഹുദൈവ വിശ്വാസികളെ വെറുക്കുകയും ചെയ്യലാണ് ഇസ്ലാം. അഥവാ ശിർക്കിനോടും അതിന്റെ ആളുകളോടുമുള്ള ബറാഅത്ത്. നോക്കൂ, നിങ്ങൾ 2-3 കാര്യങ്ങളാണ് ഈ നിർവചനത്തിലുള്ളത്. ഒന്ന്, അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ വിലക്കുകൾ ഒഴിവാക്കിക്കൊണ്ടുമാണ്. അനുസരണം ഇത് രണ്ടിലുമുണ്ട്. സമർപ്പണത്തോടൊപ്പം തന്നെ അനുസരണം ഇതിൽ രണ്ടിലുമുണ്ട്. പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ശിർക്കിനോടും അതിന്റെ ആളുകളോടുമുള്ള ബറാഅത്താണ് ഇസ്ലാം എന്ന് ശൈഖുൽ ഇസ്ലാം ഇമാം ഉദ്ദഅവ റഹിമഹുല്ലാഹ്. അതായത് ദുആ, നദർ, ദബ്ഹ്, ഹലഫ് തുടങ്ങി മനുഷ്യരാശി അവരുടെ ജീവിതത്തിൽ ചോദ്യങ്ങളായി, തേട്ടങ്ങളായി, നേർച്ചകളായി, അർച്ചനകളായി, അതുപോലെ സത്യം ചെയ്യലുകളായി ഉയർന്നു വരുന്ന ഇബാദത്തിന്റെ ഇനങ്ങളിലും വകുപ്പുകളിലും പെട്ട ഒന്നുപോലും അല്ലാഹു അല്ലാത്തവർക്ക് സമർപ്പിക്കണം. ശിർക്കിൽ നിന്ന് മുക്തമായ ശുദ്ധമായ തൗഹീദിന്റെ മതം, അതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. അതാണ് മഹാനായ ഇമാമുൽ മുവഹിദീൻ, അദ്ദേഹത്തിന്റെ മില്ലത്താണ് ഇസ്ലാം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്, ഇന്നാ ബുറാഉ മിൻകും വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ്, നിശ്ചയമായും നിങ്ങളിൽ നിന്നും അല്ലാഹുവെ കൂടാതെ നിങ്ങൾ ഇബാദത്ത് എടുക്കുന്നതിൽ നിന്നും ഞങ്ങൾ ഒഴിവാണ്. ശിർക്കിൽ നിന്ന് നാം അകന്നു നിൽക്കണം. നമ്മുടെ മക്കൾ അകന്നു നിൽക്കണം. നമ്മുടെ കുടുംബാദികൾ അകന്നു നിൽക്കണം. പ്രാർത്ഥിക്കണം നമ്മൾ. അദ്ദേഹം നെഞ്ചുപൊട്ടി പ്രാർത്ഥിച്ചതാണത്. വജ്നുബ്നി വബനിയ അൻ അഅ്ബുദൽ അസ്നാം, അല്ലാഹുവേ എന്നെയും എന്റെ മക്കളെയും വിഗ്രഹങ്ങൾക്ക് ഇബാദത്തുകൾ എടുക്കുന്നതിൽ നിന്ന് നീ അകറ്റി നിർത്തണമേ. ഖബറാളിയോട് തേടരുത്. ഇബാദത്ത് അല്ലാഹുക്കല്ലാത്ത ഒരാൾക്കും സമർപ്പിക്കരുത്. അതാണ് ഇസ്ലാം. കൂടാതെ എന്താണ് ഇസ്ലാം എന്ന് ചോദിച്ചാൽ, വിട്ടുവീഴ്ചയുടെയും എളുപ്പത്തിന്റെയും മതമാണ് ഇസ്ലാം. പ്രിയമുള്ളവർ, ദീനിന്റെ മഹാസിനുകൾ, സൗന്ദര്യം, അതിന്റെ അലങ്കാരം, അതിന്റെ ഭംഗി, അത് മാത്രം നിങ്ങളൊന്ന് ജനങ്ങളോട് പറയുക. തീർച്ചയായും അവർ ഇസ്ലാമിലേക്ക് ആകൃഷ്ടരാകും. അവർ ദീനിനെ മുറുകെ പിടിക്കും. ഇസ്ലാമിന്റെ സൗന്ദര്യം, ഇസ്ലാമിന്റെ പ്രയോജനങ്ങൾ അത് നിരവധിയാണ്. നോക്കൂ, നിങ്ങൾ വിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് അത് വിട്ടുവീഴ്ചയുടെയും എളുപ്പത്തിന്റെയും മതമാണെന്നാണ്. വിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തു അൽ ബഖറ 185-ാമത്തെ ആയത്തിൽ കാണാം, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ര. അല്ലാഹു നിങ്ങളെ കൊണ്ട് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, അവൻ നിങ്ങളെ കൊണ്ട് ഞെരുക്കം ഉദ്ദേശിക്കുന്നില്ല. സുബ്ഹാനക യാ അലീം. ഈ ആയത്ത് എത്ര വ്യക്തമാണ്. ഈ ആയത്തിന്റെ തഫ്സീറുകളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ നമ്മുടെ മനസ്സിനെ കുളിർപ്പിക്കുന്ന വരികളാണ്. നോക്കൂ, നിങ്ങൾ ദീനുൽ ഇസ്ലാമിലെ അനുഷ്ഠാനങ്ങളെ കുറിച്ച്, കർമ്മങ്ങളെ കുറിച്ച് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ, ഒന്ന് പഠിച്ചു നോക്കൂ. നിസ്കാരം എടുത്തോളൂ ഉദാഹരണമായി, നോമ്പെടുത്തോളൂ ഉദാഹരണമായി, തയമ്മും എടുത്തോളൂ ഉദാഹരണമായി. തയമ്മും പോലും പരിഹാരമാണ്, എളുപ്പമാണ്. എളുപ്പം ഒന്നിന് ബദലായി അള്ളാഹു നിശ്ചയിച്ച മറ്റൊന്നാണ്. എളുപ്പമാണ് തയമ്മും. ഇസ്ലാം എളുപ്പമാണ്. നിസ്കാരം പരിശോധിച്ചു നോക്കുന്നത്, നിൽക്കാൻ കഴിയാത്തവന് ഇരിക്കാം, നിൽക്കാൻ കഴിയാത്തവന് ഇരുന്നിട്ട് നിസ്കരിക്കാം. യാത്രക്കാരനാണ്, നഷ്ടപ്പെടുത്തേണ്ടതില്ല, ജംഉം കസ്റുമാക്കാം. നോക്കൂ, നിങ്ങൾ ഈ ആയത്ത് ലാഹിറായി നോമ്പുമായി ബന്ധപ്പെട്ടതാണ്. നോമ്പിൽ രോഗിക്കും യാത്രക്കാരനും ഇളവുണ്ട്. ഇൻഷാ അല്ലാഹ് നോമ്പിലേക്ക് പ്രവേശിക്കാനിരിക്കുന്നവരാണ്, ആ ഒരു നിർബന്ധിതമായ മാസത്തിലേക്ക് കടക്കുന്നവരാണ് നമ്മൾ എന്ന നിലക്ക് സൂചിപ്പിക്കുന്നതാണ്. ഈ നിയമങ്ങൾ നിശ്ചയിച്ചതിലൂടെ, എളുപ്പം നിശ്ചയിച്ചതിലൂടെ ഈ നിയമങ്ങൾ നിശ്ചയിച്ചതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് എളുപ്പമുണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്, പ്രയാസമല്ല. ഇസ്ലാമിലെ ഓരോ നിയമം എടുത്തു നോക്കൂ നിങ്ങൾ, എല്ലാം ലളിതമാണ്, എളുപ്പമാണ്. അതിന്റെ പ്രയോജനങ്ങൾ നിരവധിയാണ്. മാത്രമല്ല, മനഃശാന്തിയുടെയും ആശ്വാസത്തിന്റെയും മതവും കൂടിയാണ് ഇസ്ലാം. മനഃശാന്തിയുടെ മതമാണ് ഇസ്ലാം, ആശ്വാസത്തിന്റെ മതമാണ് ഇസ്ലാം. നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, 13-ാമത്തെ അധ്യായം സൂറത്ത് റഅദ് 28-ാമത്തെ ആയത്ത്. എന്താണ് ആയത്ത്? അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞൊരു വാക്കുണ്ട്, ഏതൊരു കാലത്തും മനസ്സിന്
സ്വസ്ഥത നൽകുന്നൊരു വാക്ക്. എന്താ വാക്ക്? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അതായത് വിശ്വസിക്കുകയും അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റിനാൽ, സ്മരണയാൽ, ഓർമ്മയാൽ തങ്ങളുടെ ഹൃദയങ്ങൾ ശാന്തമായി തീരുകയും ചെയ്യുന്നവർ അറിയുക, ശ്രദ്ധിക്കുക. അലാ, ശ്രദ്ധിക്കണേ, അറിയണേ. ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ടാണ്, അള്ളാഹുവിനെ പറ്റിയുള്ള ദിക്ർ കൊണ്ടാണ് ഹൃദയങ്ങൾ ശാന്തമാകുന്നത്. ഈ ആയത്തിന്റെ വിവരണങ്ങളിൽ മുഫസ്സിറുകൾ പറയുന്നത് കാണാം, അള്ളാഹുവിൽ വിശ്വസിക്കുകയും അവനെ സ്തുതിച്ചുകൊണ്ടും പുകഴ്ത്തിക്കൊണ്ടും ദിക്ർ ചെയ്തുകൊണ്ടും അവന്റെ ദിക്റിൽ ഏറ്റവും പ്രസിദ്ധമായ വിശുദ്ധ ഖുർആൻ അത് പാരായണം ചെയ്തുകൊണ്ടും ആ വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തെ ശ്രദ്ധിച്ചു കേട്ടുകൊണ്ടും മറ്റു ദിക്റുകളാലും ഹൃദയങ്ങൾ ശാന്തമാകുന്നവരാണവർ. ഇസ്ലാമിലെ ഓരോന്നും മനസ്സിന് സ്വസ്ഥത നൽകുന്നതാണ്, നിർവൃതി നൽകുന്നതാണ്, ആനന്ദം നൽകുന്നതാണ്. നിങ്ങൾ ഏത് പരിശോധിച്ച് നോക്കൂ, ഇസ്ലാമിലെ ഏത് ഇബാദത്ത് പരിശോധിച്ച് നോക്കൂ, മനസ്സിന് കുളിർ നൽകുന്നതാണ്. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കുറിച്ച് സദാ ഓർക്കാറുണ്ടായിരുന്നു എന്ന് ഉമ്മ ആയിഷ റളിയല്ലാഹു തആല നമ്മുടെ ഉമ്മ പറഞ്ഞുതരാൻ. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്കുറുല്ലാഹ അലാ കുല്ലി അഹ്യാനിഹി. എല്ലാ സന്ദർഭത്തിലും അള്ളാഹുവിനെ ഓർക്കാറുള്ളവരായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര കണ്ട് അള്ളാഹുവിനെ ഓർക്കുന്നുവോ അത്ര കണ്ട് മനഃശാന്തി, എത്ര കണ്ട് അള്ളാഹുവിനെ കുറിച്ച് ദിക്ർ ചെയ്യുന്നുവോ അത്ര കണ്ട് ആശ്വാസം. ആശ്വാസത്തിനും മനസ്സമാധാനത്തിനും ഒരൊറ്റ മാർഗമേ ഉള്ളൂ, അത് ഇസ്ലാം. എന്താ ഇസ്ലാം പഠിപ്പിക്കുന്നത്? അള്ളാഹുവിലുള്ള ദിക്ർ, ദിക്റുല്ലാഹി ജല്ല വഅല. അള്ളാന്റെ ദീൻ വളരെ കൃത്യമാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ദിക്റിൽ നിന്ന് അകന്നാലുള്ള ഭവിഷ്യത്ത് എന്താ? സാന്ദർഭികമായി സൂചിപ്പിക്കേണ്ടത്, ദിക്റിൽ നിന്ന് അകന്നാലുള്ള ഭവിഷ്യത്ത് എന്താ അറിയോ? ഒന്ന്, ആത്മഹത്യകൾ പെരുകുന്നതിന്റെ പുറകിലെ കാരണം ദിക്റുല്ലാഹി ജല്ല വഅല കുറഞ്ഞതാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ കുറഞ്ഞത് കൊണ്ടാണ്, നിരാശരായത് കൊണ്ടാണ്, പ്രതീക്ഷ നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ആളുകൾ ആത്മഹത്യയിലേക്ക് കടന്നു പോകുന്നത്. കുറ്റകൃത്യങ്ങളുടെ വ്യാപനം അതെന്തുകൊണ്ടാണ്? അള്ളാഹുവെ കുറിച്ചുള്ള സ്മരണയില്ലായ്മ കൊണ്ടാണ്. കാരണം അവലംബം, ആശ്രയം, സ്വസ്ഥത, സുസ്ഥിതി, സമാധാനം, നിർവൃതി, നിർഭയത്വം അത് മുഴുവനും ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഖലാസ്, അത് മാത്രമാണ്. അപ്പോൾ ശരിക്ക് അള്ളാഹിനെ കുറിച്ച് ഓർക്കാന്ന് പറഞ്ഞാല്, ലളിതമായി പറഞ്ഞാല്, അള്ളാഹുവിലുള്ള ഉറച്ച വിശ്വാസം, അവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിക്കലാണ്. അപ്പൊ എന്തുണ്ടാകും? അള്ളാഹിനെ കുറിച്ചുള്ള ഉറച്ച വിശ്വാസം ഉണ്ടായാൽ, അവന്റെ ഹുക്കുമുകൾ ജീവിതത്തിൽ പാലിച്ചാൽ അവിടെ സ്വസ്ഥതയും ശാന്തതയും ഉണ്ടായിരിക്കും. അൽഹംദുലില്ലാഹ്. എന്നാൽ സാന്ദർഭികമായിട്ടൊരു കാര്യം കൂടി ഉറപ്പെടുത്തട്ടെ. ദിക്റിൽ നിന്ന് അകന്നു പോയാൽ ഉണ്ടാകുന്ന പ്രശ്നം തരങ്ങള്, ദിക്റിൽ നിന്ന് അകന്നു പോയാൽ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ 43-ാം അധ്യായം സൂറത്തു സുഖ്റുഫിന്റെ 36-ാമത്തെ ആയത്ത്. ഈ ആയത്ത് നിങ്ങൾക്ക് പലർക്കും ഹിഫ്ളുള്ളതാണ്. എന്തായിത്തറിയോ? وَمَن يَعْشُ عَن ذِكْرِ الرَّحْمَنِ نُقَيِّضْ لَهُ شَيْطَانًا فَهُوَ لَهُ قَرِينٌ. ആരെങ്കിലും റഹ്മാനായുള്ളവന്റെ അഥവാ അല്ലാഹുവിന്റെ സ്മരണ വിട്ട് ദിക്ർ വിട്ട് ചെരിഞ്ഞു പോകുന്ന പക്ഷം, അല്ലെങ്കിൽ തിരിഞ്ഞു പോകുന്ന പക്ഷം, നാം അവന് ഒരു ശൈത്താനെ ഏർപ്പെടുത്തി കൊടുക്കുന്നു. അള്ളാനെ വിട്ടവന്റെ കൂട്ട് ശൈത്താനാണ്. എന്നിട്ടോ ആ ശൈത്താൻ അവന്റെ കൂട്ടുകാരനായിരിക്കുന്നതുമാണെന്നാണ്. ഇവിടെ റബ്ബുൽ ഇസ്സത്തിന്റെ ഈ ആശയത്തെ, ഈ വാചകത്തെ, ഈ ആയത്തിന് വിവരിക്കുന്നിടത്ത് അൻ ദിക്രിർ റഹ്മാൻ, റഹ്മാനായുള്ളവന്റെ ദിക്ർ എന്ന് പറഞ്ഞാൽ അൻ ദിക്രില്ലാഹി ജല്ല വഅല. ഇമാം ബഗവിയൊക്കെ നൽകിയ തഫ്സീർ അങ്ങനെയാണ്, മുഫസ്സിറുകൾ നൽകിയ തഫ്സീർ അങ്ങനെയാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ, അല്ലെങ്കിൽ രണ്ടാമത്തെ തഫ്സീർ ഐ അൽ ഖുർആൻ, അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്നകന്നാൽ ഖുർആൻ മുഴുവനും ദിക്റാണ്. ഇന്നഹാ തദ്കിറ. അല്ലാഹു അക്ബർ. ദിക്റിൽ നിന്ന് അകന്നാൽ ശൈത്താൻ പിടികൂടുന്ന. നോക്കൂ നിങ്ങൾ. അപ്പൊ ഇസ്ലാം മനഃശാന്തിയുടെയും ആശ്വാസത്തിന്റെയും മതമാണ്. തീർന്നിട്ടില്ല. ഇസ്ലാം എന്താണ്? ഇസ്ലാം എന്താണ്? നമ്മൾ മുസ്ലിങ്ങളല്ലേ? നമ്മളെ മതം എന്താണ്? അത് അലിവിന്റെയും കാരുണ്യത്തിന്റെയും ദീനാണ്.
മതം എന്നതുകൊണ്ട് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ശിർക്കിന്റെ അഹ്ലുകാരും മതമാണെന്നാണ് പറയാറുള്ളത്, ബിദ്അത്തിന്റെ അഹ്ലുകാരും മതമാണെന്നാണ് പറയാറുള്ളത്, കുഫറിന്റെ അഹ്ലുകാരും അവരുടേത് മതമാണെന്നാണ് പറയാറുള്ളത്. എന്നാൽ ഇവിടെ മതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, ഇസ്ലാം മാത്രമാണ്. ഇസ്ലാം അലിവിന്റെയും കാരുണ്യത്തിന്റെയും മതമാണ്. നമുക്ക് പഠിക്കാനാകണം, ഹിഫ്ളാക്കാനാകണം, അമലാക്കാനാകണം, പറഞ്ഞു കൊടുക്കാനാകണം. അത് അലിവിന്റെയും കാരുണ്യത്തിന്റെയും മതം. മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും അവിടെ സ്വഹീഹുകളിൽ ഉദ്ധരിക്കുന്ന ഹദീസ് മുത്തഫഖുൻ അലൈഹിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ലാ യർഹമിൻ നാസ് ലാ യർഹമുഹുല്ലാഹ്. ജനങ്ങളോട്, മനുഷ്യരോട് കരുണ കാണിക്കാത്തവന് അള്ളാഹു കരുണ ചെയ്യുകയില്ല. കരുണ കാണിക്കാൻ പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. കാരുണ്യത്തോടുകൂടി വർത്തിക്കണേ എന്ന് ജനങ്ങളോട് ഉപദേശിക്കുന്ന മതമാണ് ഇസ്ലാം. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം അബൂ ദാവൂദ് അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിച്ച ഹദീസ് സ്വീകാര്യോഗ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ. കരുണ കാണിക്കുന്നവരോട് റഹ്മാനായുള്ളവൻ. ആ പദത്തിന് പോലും എന്തൊരു ബന്ധാണ്, ആ ഭാഷയ്ക്ക് എന്തൊരു സൗന്ദര്യമാണ്. കരുണ കാണിക്കുന്നവരോട് കാരുണ്യവാൻ റഹ്മാൻ. ആരാണ് റഹ്മാൻ? റഹ്മാനുൻ ഫിദ്ദുനിയ. അള്ളാഹ്ക്ക് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ദുനിയാവിൽ ഒരുപോലെ ഗുണം ചെയ്യുന്നവനായ റഹ്മാൻ, അവൻ കരുണ കാണിക്കുമെന്നാണ്. സുബ്ഹാനക അലീം. കാരുണ്യമുള്ളവരോട് അള്ളാഹു കരുണ കാണിക്കും. എന്റെ ബാക്കി എന്തറിയോ? എന്നിട്ട് നമ്മളോട് കൽപ്പനയാണ്, നബി കൽപ്പിക്കുകയാണ്, മുസ്ലിമേ, ഇസ്ലാമിന്റെ അഹ്ലുകാരെ, ഇർഹമൂ മൻ ഫിൽ അർദ്. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക. എങ്കിൽ എന്താ മെച്ചം? യർഹമുകും മൻ ഫിസ് സമാ. ഏഴാകാശത്തിന്റെ ഉപരിയിൽ, കുർസിയുടെ മീതെ, അർശിന്റെ മീതെ, അർറഹ്മാനു അലൽ അർശി ഇസ്തവാ, ഐ ഇർതഫഅ വഅലാ. അഹ്ലുസ് സുന്നയുടെ തഫ്സീർ അതാണ്. ഫൗഖൽ അർശ്, ഫൗഖൽ അർശ്. ആ റബ്ബുൽ ഇസ്സത്ത് നിന്നോട് കരുണ കാണിക്കും. യർഹമുകും മൻ ഫിസ് സമാ. ഫൗഖൽ അർശിന്റെ മീതെയുള്ള റബ്ബുൽ ഇസ്സത്ത് നിന്നോട് കരുണ കാണിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരുണ്യത്തിന്റെ, അലിവിന്റെ, ആർദ്രതയുടെ, സഹാനുഭൂതിയുടെ മതം. നോക്കൂ, എന്തെല്ലാം പദ്ധതികൾ, റിലീഫ് പ്രവർത്തനങ്ങൾ, ഭവന പദ്ധതികൾ, മനുഷ്യർക്ക് വീടുണ്ടാക്കി കൊടുക്കാം, കുടിവെള്ളം, കുത്തിക്കൊടുക്കൊക്കെ കിണർ അല്ലെങ്കിൽ കുഴൽ കിണർ, മഈശത്തിനുള്ള സഹായം, ഏറ്റവും വലിയ സഹായമാണ്. ജീവിത മാർഗത്തിനുള്ള സഹായം. പട്ടിണി നടക്കരുത്, ജീവിക്കാൻ, യാചിക്കാനല്ല, ജീവിക്കാനുള്ള മാർഗം തുറന്നു കൊടുക്കുക. ചികിത്സ സഹായം, അത് വലിയൊരു കാരുണ്യമാണ്. ആർക്കൊക്കെ? വൃദ്ധരായ, സ്ത്രീകളായ, വിധവകളായ, വിവാഹമോചിതരായ, ചെറിയ കുട്ടികളായ, അനാഥരും അഗതികളും വഴിപ്പോക്കരുമായ സർവരോടും. തീർന്നില്ല, കാരുണ്യത്തിന്റെ പട്ടിക നബി അവിടെ നിർത്തിയില്ല. മൃഗങ്ങളോട് കരുണ കാണിക്കണേ, പച്ചക്കരളുള്ള ജീവിയോട് പോലും കരുണ കാണിക്കണേ, സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ എവിടെയായിരുന്നു? നമ്മൾ എന്ത് ചെയ്ത ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാത്തത്? ആളുകളുടെ മനസ്സിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ വേറെ എന്തൊക്കെ ചിത്രങ്ങളാക്കി മാറ്റിയതിന്റെ പുറകിൽ ഏതൊക്കെ മീഡിയകൾക്ക് പങ്കുണ്ടെങ്കിലും ഒരു പങ്ക് നമുക്കുണ്ട്. അതെന്താ? നമ്മൾ ഇതിന്റെ മഹാസിൻ, അതിന്റെ സൗന്ദര്യം, അലങ്കാരം, ഭംഗി, പ്രയോജനങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവന്നില്ല, മറ്റുള്ളവർക്ക് പകർന്നു നൽകിയില്ല. അതൊരു കാരണമാണ്. നമ്മൾ പഠിക്കണം. എല്ലായിടത്തും കാരുണ്യം, മൃഗങ്ങളോട് പോലും കാരുണ്യം. ഇമാം ബുഖാരിയും മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ ഒരൊറ്റ വാക്ക് മാത്രം, അതിന് മലയാളം പറയാ, അതിന്റെ ആശയം പറയാ. നാൽക്കാലികൾ, ആടുമാടൊട്ടകങ്ങൾ, നാൽക്കാലികളെ ഭക്ഷണം കൊടുക്കാതെ കിട്ടിയിടുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരോധിച്ചു. മൃഗങ്ങളോട് കാരുണ്യം. ഭക്ഷണം കൊടുക്കാതെ വിശന്ന് വലഞ്ഞ ഒരൊട്ടകം, മുഅ്ജിസത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ മുഅ്ജിസത്തുകളിൽപ്പെട്ടതാണ്. നബിയുടെ അടുത്ത് വന്നിട്ട് പരാതി പറഞ്ഞു, യജമാനെതിരെ എനിക്ക് ഭക്ഷണം തന്നില്ല. നബി വിളിച്ചു വരുത്തി, പരിഹാരം തേടി. എത്രത്തോളം, എന്തിന്? നമ്മളെപ്പോഴും പറയാറില്ലേ, മരത്തോട് പോലും കാരുണ്യം കാണിച്ചു ഇസ്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
ഒരു കുഞ്ഞിന്റെ കൈ പിടിച്ച സംഭവമുണ്ട്. ആ കുട്ടി ഇങ്ങനെ കൊലച്ചു നിൽക്കുന്ന ഈന്തപ്പന മരത്തിലേക്ക് ഈന്തപ്പഴം കിട്ടാൻ വേണ്ടി കല്ലെടുത്തെറിയുമ്പോ കൈ പിടിച്ചിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, മോനെ അരുത്, എറിയരുത്, ആ മരത്തിന് വേദനിക്കും മോനെ. നമ്മൾ ചിരിക്കുക വേണ്ട, കരയ വേണ്ട. നമ്മൾ ചിരിക്കുകയാണോ വേണ്ട, കരയാണോ വേണ്ട? ഈ ആശയം കാണുന്നിടത്ത് ഇത്ര വിശാലമായ കാരുണ്യം ലോകരോട് കാണിച്ച ഈ മതത്തിന്റെ അഹലുകാരായി ഇന്നും അല്ലാഹു ബാക്കി വെച്ചതിന്റെ പേരിൽ നമ്മൾ അല്ലാഹുവിനോട് എത്ര കൃതജ്ഞരാണ്. അൽഹംദുലില്ലാഹ്. നോക്കൂ, നമ്മള് ഇസ്ലാം അലിവിന്റെയും കാരുണ്യത്തിന്റെയും മതം തീർന്നിട്ടില്ല. പറയുമ്പോൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ വിശാലാണ്. ഇസ്ലാം സ്നേഹത്തിന്റെയും പരസഹായത്തിന്റെയും മതമാണ് ഇസ്ലാം. സ്നേഹത്തിന്റെ മതം, കോപത്തിന്റെ അല്ല, കൊല്ലലിന്റെ അല്ല, സ്നേഹത്തിന്റെ മതം. നോക്കൂ നിങ്ങള്, കരുണയുടെ മതം, പരകാരുണ്യത്തിന്റെ മതം. ഇതൊക്കെ പരസ്പര ബന്ധമുണ്ട്. വിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തുൻ നിസാ, അതിലെ 36-ാമത്തെ ആയത്ത്. ഇത് ശരിക്കും ഓർത്ത് വെച്ചോളൂ, ഹിഫ്ലാക്കി വെച്ചോളൂ. വേറെ എവിടെയും ശ്രദ്ധ പോണ്ട, ഇവിടെ തന്നെ ഉണ്ടായാൽ മതി. എന്താ ആയത്തില്ല നിങ്ങള്? വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ. ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന, നിങ്ങൾ അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യുവിൻ, അവനോടൊന്നും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യുവിൻ. ഖാലിസായ തൗഹീദിന്റെ അഹലുകാരായി. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നിട്ട് റബ്ബ് ഇങ്ങനെ എണ്ണാണ് ആരോടൊക്കെ നിങ്ങൾ സുഹൃതം ചെയ്യണം, നന്മ കാണിക്കണം, കരുണ കാണിക്കണം. എത്രയെന്നറിയോ? വബിൽ വാലിദൈനി ഇഹ്സാന വബിദിൽ ഖുർബാ വൽ യതാമാ വൽ മസാകീൻ വൽ ജാരി ദിൽ ഖുർബാ വൽ ജാരിൽ ജുനുബ് വൽ ജാരിൽ ജുനുബി വസ്സാഹിബി ബിൽ ജംബി വബ്നിസ് സബീൽ വമാ മലകത് അയ്മാനുകും. അടുത്ത ബന്ധമുള്ളവർക്ക് നിങ്ങൾ നന്മ ചെയ്യണം. അനാഥകൾക്ക്, ദരിദ്രർക്ക്, അടുത്ത ബന്ധമുള്ള അയൽക്കാർക്ക്, അകന്ന അയൽക്കാർക്ക്, അതുപോലെ അരികെയുള്ള കൂട്ടുകാരന്, വഴിയാത്രക്കാരന്, നിങ്ങളുടെ വലം കൈകൾ ഉടമപ്പെടുത്തിയവർക്കൊക്കെ നിങ്ങൾ നന്മ ചെയ്യണം. നന്മ ചെയ്യാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന മതം, അതാണ് ഇസ്ലാം. എത്രത്തോളം അറിയോ? മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നതാണ്, മൻ നഫസ അൻ മുഅ്മിനിൻ ഖുർബതൻ മിൻ ഖുറബിദ് ദുനിയ നഫസല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ. ഒരു വിശ്വാസിയുടെ ദുനിയാവിലെ പ്രയാസങ്ങളിൽ നിന്നുള്ള ഒരു പ്രയാസത്തെ ഒരാൾ നീക്കിയാൽ ഖിയാമത്ത് നാളിലെ പ്രയാസങ്ങളിൽ നിന്നുള്ള ഒരു പ്രയാസത്തെ അവനെ തൊട്ട് അള്ളാഹു നീക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മുഅ്മിനിന്റെ ദുനിയാവത്തെ ഒരു പ്രയാസം നമ്മൾ നീക്കിയാൽ നമ്മുടെ ആഖിറത്തിലെ പ്രയാസത്തെ അള്ളാഹു നീക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ വിശാലത കൂടി അവിടെ ഉണ്ട്. കാരുണ്യത്തിന്റെ വിശാലത കൂടി നോക്കുമ്പോൾ എത്ര ഹൈറായ കാര്യം. ഇസ്ലാമിക ലോകത്ത് പ്രസിദ്ധനായ ഒരു കവി പറഞ്ഞൊരു വാക്കെന്തറിയോ? വകുൻ അലദ്ദഹരി മിഅവാനൻ ലദീ അമലിൻ യർജൂന ദാക ഫഇന്നൽ ഹുർറ മിഅവാനു. വല്ലാത്ത വാക്കാണ്. സഹായം ആഗ്രഹിക്കുന്നവന് നീ സഹായിയാവുക മുസ്ലിമേ. സഹായം ആഗ്രഹിക്കുന്നവന് നീ ഒരു സഹായിയാവുക. നിന്റെ വിളിയിൽ അവൻ പ്രതീക്ഷ വെക്കുന്നുണ്ട്, നിന്റെ വിളിയിൽ അവൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നീ അവനെ വിളിക്കും, അവനെ പരിഗണിക്കും എന്നവൻ പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായും ഏതൊരു സ്വതന്ത്രനും സഹായം ചെയ്യുന്നവനായിരിക്കുന്നതാണ്. സുബ്ഹാനക അലീം. വല്ലാത്തൊരു വാക്കാണ്. അതുകൊണ്ട് നമ്മളാൽ മറ്റുള്ളവർക്ക് സഹായം ചൊരിയുന്ന, സ്നേഹം ചൊരിയുന്ന, ചേർത്ത് പിടിക്കുന്ന, കരുണ കാണിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വരിക. നമ്മുടെ മതം ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നതാണ്. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഇസ്ലാമില് സ്വതഖയും സക്കാത്തും. ഒരു സംവിധാനത്തിലും ലോകത്തുനിന്ന് വരെ പ്രാക്ടിക്കലായി, പ്രായോഗികമായി പരിശീലിപ്പിച്ച് വിജയിപ്പിക്കാൻ പറ്റാത്ത ഒരു സംഗതി സ്വതഖ, സക്കാത്ത്. രണ്ടും ഒന്നായിട്ട് തന്നെ പറയാം. സ്വതഖ തന്നെ പറയാം. രണ്ടിനും ഒന്ന് നിർബന്ധമാണ്. രണ്ടാമത്തതോ മുസ്ലിമും മുസ്ലിമല്ലാത്തവരുമായ സർവ്വ മനുഷ്യർക്കും ഹൃദയത്തിൽ നിന്ന് കയ്യിലൂടെ കൊടുക്കണം. അതും രഹസ്യവും പരസ്യമായിട്ട് കൊടുക്കാന്ന. പക്ഷെ രഹസ്യമാണ് ഒന്നും കൂടി നല്ലത് നല്ലെന്ന് പറയാം. എന്നിട്ടോ എത്രത്തോളം പറഞ്ഞു എന്നറിയോ? അള്ളാഹുവിന്റെ അടുക്കൽ അർശിന്റെ തണല് കിട്ടുന്ന വിഭാഗത്തെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞു, ഈ കൈ കൊടുത്തത് ഈ കൈ അറിയില്ല. ഈ കൈ കൊടുത്തത് ഈ കൈ അറിയാതെ കൊടുക്കുന്നവനാണ്. രഹസ്യമായിട്ടും പരസ്യമായിട്ടും കൊടുക്കുക, അത് അള്ളാഹ് അനുവദിച്ചാണ്. അത്രത്തോളം
അതുകൊണ്ട് ഇതിന്റെ ഗൗരവം, ഇതിന്റെ പ്രാധാന്യം, ഇതിന്റെ പ്രത്യേകത, ആവശ്യകത എല്ലാം നമുക്ക് ബോധ്യമാകണം. മുസ്ലിം അല്ലാത്തവൻ എന്ന വ്യത്യാസമില്ലാതെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അള്ളാന്റെ മതം ഇസ്ലാം നമ്മോട് കൽപ്പിച്ചതാണത്. അങ്ങനെ നമ്മുടെ കൈകൾ നീളണം, താഴ്ന്നു കിടക്കുന്നവനെ ഉയർത്താൻ, കുനിഞ്ഞുപോയവൻ എഴുന്നേൽപ്പിച്ചു നിർത്താൻ, എല്ലാ അർത്ഥത്തിലും പ്രയാസപ്പെടുന്നവനെ ആശ്വസിപ്പിക്കാൻ, കണ്ണീരൊപ്പാൻ. അള്ളാന്റെ മതം എന്ന് പറഞ്ഞതാണ്. എന്താ ഇസ്ലാം എന്ന് ചോദിച്ചാൽ, നിന്റെ മതം എന്താന്ന് കബർന്ന് ചോദിക്കുമ്പോ വിശ്വാസി പറഞ്ഞ വാക്ക് ദീനിയൽ ഇസ്ലാം എന്നാണ്. എന്റെ ദീൻ ഇസ്ലാം ആണ്. എന്റെ ദീൻ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇത് മുഴുവനും അടങ്ങുന്ന ഒരു സംവിധാനത്തെ കുറിച്ചാണ്. അത് ജീവിതത്തിൽ പകർത്താത്ത, ശീലിക്കാത്ത, പ്രയോജനമായി കണ്ടെത്താത്ത ഒരാൾക്ക് എങ്ങനെ ഇത് പറയാൻ പറ്റും? ഒരാൾക്ക് എങ്ങനെ കബറിൽ പറയാൻ പറ്റും? അവിടെ ഒന്ന് ആലോചിച്ച് നോക്കി. അല്ലാഹു അക്ബർ. എത്രത്തോളം നിറങ്ങൾ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ നീതിയുടെ മതമാണ്. അതാണ് ഏറ്റവും രസകരമായ ഒരു വസ്തുത. നീതിയുടെ മതം. എന്റെ മതം എന്ന് പറഞ്ഞാൽ നീതിയുടെ മതമാണ് ഇസ്ലാം. ശത്രു മിത്ര ഭേദമന്യേ സമമായ ഒരു പൊതുനീതിയുടെ മതം. ഇസ്ലാമില് നീതി കണിശമായി പഠിപ്പിക്കപ്പെടുന്നുണ്ട്. എത്ര ആയത്തുകൾ അള്ളാഹുവിന്റെ ഖുർആനിൽ അറിയാം. അള്ളാന്റെ ദീന് നീതിയെക്കുറിച്ച് പറയുന്നത് പോലെ ലോകത്തൊരു നിയമവ്യവസ്ഥയും നീതിയെക്കുറിച്ച് പറയുന്നില്ല. ഒരു ഭരണഘടനയും നീതിയെക്കുറിച്ച് പറയുന്നില്ല. ഒരാക്ടിലും ഇത്ര നീതിയെക്കുറിച്ച് ശക്തമായ വർത്താനല്ല. അള്ളാന്റെ ദീനിലുള്ള വർത്താനം പോലെ. പക്ഷെ നമ്മക്കിതൊന്നും പഠിക്കാനും സമയമില്ല, ഓർക്കാനും നേരമില്ല, അമലാക്കാനും നേരമില്ല. നമ്മൾ ഒരു കാനേശുമാരി, OBC മാപ്പിളമാരായി ജീവിതത്തെ അങ്ങോട്ട് നശിപ്പിക്കാനുള്ള ശ്രമത്തിലാണെങ്കിൽ അത് നമ്മുടെ ദുനിയാവും ആഖിറവും നഷ്ടാകണ കാര്യം. കൂട്ടരെ, നിങ്ങളൊരാള് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മുസ്ലിം ആയതിന്റെ പേരിലാക്കണം. ഒരാൾ നിങ്ങളോട് വെറുപ്പ് പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങൾ ശരിക്കുള്ളൊരു മുസ്ലിം ആയതിന്റെ പേരിലല്ലെങ്കിൽ അത് നിങ്ങൾക്ക് നഷ്ടമാണ്. ഞാൻ തുറന്നു പറയാണ്, ഞാനൊരു ഒറിജിനൽ മുസ്ലിം ആയതിന്റെ പേരിലാണ് ഒരാളെ നഷ്ടപ്പെടുന്നെങ്കിൽ അൽഹംദുലില്ലാഹ്. ഞാനൊരു ഒറിജിനൽ മുസ്ലിം ആയതിന്റെ പേരിലാണ് ഒരാൾ എന്നോട് വെറുപ്പ് വെക്കണമെങ്കിൽ അപ്പോഴും അൽഹംദുലില്ലാഹ്. അല്ലെങ്കിൽ നമ്മൾ എവിടെ എത്താൻ നിങ്ങളൊന്ന് ശരിക്കും ആലോചിച്ചാൽ മതി. എത്ര നഷ്ടക്കാരായിരിക്കും നമ്മൾ. ഞാൻ ഈ വിഷയത്തിലേക്ക് വരട്ടെ. നീതി കണിശമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ വളരെ ഗൗരവത്തിൽ കാണേണ്ട വിഷയമാണ്. വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് മാത്രം ഞാൻ ഉദാഹരണം പറയാം, സമയത്തിന്റെ കുറവുണ്ട്. 16-ാമത്തെ അധ്യായം സൂറത്ത് നഹ്ൽ, അതിന്റെ 90-ാമത്തെ ആയത്തിൽ അല്ലാഹു കൽപ്പിച്ചെന്നറിയോ? ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ പറയാണ്, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഈതാഇ ദിൽ ഖുർബാ. നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല നീതി ചെയ്യാനും നന്മ ചെയ്യാനും കുടുംബ ബന്ധമുള്ളവർക്ക് നൽകാനും കൽപ്പിക്കുന്നു എന്നാണ്. അള്ള കൽപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ അള്ളാന്റെ കൽപ്പനയിൽപ്പെട്ടതാണ്. നീതി കാണിക്കണം എന്നാണ്. ഞാൻ അതിനൊരു ഉദാഹരണം മാത്രം പറയാം. ഇവിടെ അത്രയും മക്കളിരിക്കണോണ്ട് എനിക്ക് കുറച്ചും കൂടി ഉദാഹരണമായി തോന്നുന്നു. അതാ നല്ലതെന്ന്. അള്ളാഹു നമുക്കൊക്കെ അനുഗ്രഹമായിട്ട് മക്കളെ തന്നെ അള്ളാഹു അതിൽ ബറക്കത്ത് ചൊരിയുമാറാകട്ടെ. ആ മക്കളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കൽപ്പന ഉണ്ടെന്നറിയോ? സ്വഹീഹ് മുസ്ലിമിൽ കാണാം, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വഅദ്ലൂ ഫീ ഔലാദിക്കും, നിങ്ങളുടെ മക്കൾക്കിടയിൽ നിങ്ങൾ നീതി കാണിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം നീതി, കണിശമായ നീതി പഠിപ്പിച്ചൊരു മതമാണ്. ആ മതത്തിന്റെ അഹലുകാരെ നമ്മള്. എന്നിട്ടും ആളുകള് പരാതി വരെയാണ്, വാപ്പ മരിച്ചുപോയി, പക്ഷെ അയാൾ കാണിച്ചത് മഹാ അനീതിയായി പോയി എന്ന് ഇപ്പോഴും എത്രയോ മരണപ്പെട്ടു പോയ പിതാക്കളെ പറ്റിയും മാതാക്കളെ പറ്റിയും പരാതി പറയുന്നൊരവസ്ഥയിലേക്ക് മക്കൾ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ ഇസ്ലാം എന്താണെന്ന് അറിയാത്തോണ്ടും ഇസ്ലാമായി ജീവിക്കാത്തതുകൊണ്ടും മാത്രമാണ്. ഒരിക്കലും അത്രയൊരു ഗതി നമുക്ക് വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന്റെ സൗന്ദര്യവും പ്രയോജനമൊക്കെ മനസ്സിലാക്കി ഒറിജിനൽ മുസ്ലിമായി ജീവിക്കാൻ, ഇസ്ലാമുള്ളവനായി മാറാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കതീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله اوصيكم واياي بتقوى الله. ഇരുത്തൊക്കെ ശരിയാക്കാൻ സൊഫിലെ ഉറങ്ങണ ആൾക്കാരൊക്കെ ഒന്ന് മാറിയിരിക്കുക, സൊഫ് മാറിയിരിക്കുക. അല്ലെങ്കിൽ പുറത്ത് ഹൗല് ഉണ്ട്, ടാപ്പുണ്ട്, വെള്ളമൊക്കെ മുഖമൊക്കെ കഴിക്കാൻ നല്ലതാണ്. ശരിയാണ്. ഇങ്ങനത്തെ ഒക്കെ കേൾക്കുമ്പോൾ കുറച്ച് ഉറക്കം വരാൻ സാധ്യത കൂടുതലാണ്. കാരണം എന്താ അറിയോ? പാലിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വിഷയങ്ങളാണ് നമ്മൾ ഗൗരവത്തോടെ ഓർക്കുക.
അതങ്ങനെ എല്ലാ വെള്ളിയാഴ്ചയും കേൾക്കണമല്ലേ, ഈ വെള്ളിയാഴ്ചയാണ് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചാൽ വല്ലാഹി ഞങ്ങളോട് പറയട്ടെ, ഉറക്കല്ല. ചിലപ്പോ നിങ്ങൾ അറിയുന്നുണ്ടാവില്ല വൈകുന്നേരമാണത്. റബ്ബുൽ ഇസ്സത്ത് കാക്കുമാറാകട്ടെ. എത്രത്തോളം അറിയോ, ഇസ്ലാം പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നൊരു മതമാണ് ഇസ്ലാം. പൂർണ്ണ സ്വാതന്ത്ര്യം ഏതൊക്കെ നിൽക്കുന്ന വലിയ ഉദാഹരണങ്ങൾ പറയാൻ നമുക്ക് സമയമില്ല, ചുരുക്കി പറയാണ്. ഒന്ന്, വിശ്വാസ സ്വാതന്ത്ര്യം, ആദർശ സംരക്ഷണം. അത് വലിയ വലിയ വില കൽപ്പിച്ചൊരു മതമാണ് ഇസ്ലാം. എന്ത് വില കൊടുത്താലും നീ സംരക്ഷിക്കേണ്ടത് നിന്റെ ആദർശത്തെയാണ്. ഏത് സാഹചര്യത്തിലും മുറുകെ പിടിക്കേണ്ടത് നിന്റെ ആദർശത്തെയാണ്. പ്രത്യേകിച്ചും ഇനി അത് ഇതരിലേക്ക് തിരിഞ്ഞാൽ തന്നെ ഈ ആയത്തുമായി ബന്ധപ്പെട്ട് ചില വിശദീകരണങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ പോലും ഞാൻ ഇപ്പൊ തൽക്കാലം സൂചിപ്പിച്ചു പോകുന്നുള്ളൂ. 2-ാമത്തെ അധ്യായം സൂറത്തു അൽ ബഖറയിലെ 256 ആയത്തിനെ വിവരിക്കുന്നിടത്ത് ഈ മഹാസിനുകൾ പറയുന്നിടത്ത് പണ്ഡിതന്മാരെടുത്തു കൊടുക്കുന്ന കാണാം, ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ എന്തില്ല, ബലാത്കാരല്ല. ഇതിനെ വിവരിക്കുന്നിടത്ത് കാണുന്ന ചെറിയ വാക്കെന്താ വെച്ചാൽ, ഇസ്ലാം മതത്തിൽ പ്രവേശിക്കാൻ ഒരാളുടെ മേലും ഒരു ഭീഷണിയുമില്ല എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകളൊക്കെ ലോകത്തുണ്ട്. ഞാൻ ആ ചർച്ചയ്ക്ക് പോണില്ല, നമുക്ക് പറ്റിയ സമയമില്ലാത്തതുകൊണ്ട്. 2-ാമത്തത്, ചിന്താ സ്വാതന്ത്ര്യമുണ്ട് ഇസ്ലാമിൽ. ആളുകൾ പറയൽ അങ്ങനെയാണ്, ഒരു വസ്ത്രത്തിന്റെ ഒരു ചാക്കിനിടയിൽ പുതപ്പിനിടയിൽ മൂടി പോകുന്ന ഒരു ജീവിതം, പച്ചക്കളവാണ്. ചിന്താ സ്വാതന്ത്ര്യത്തിന് ഇത്രയധികം പ്രേരണ നൽകിയ ഒരു മതം ലോകത്തില്ല. ഇത്രയധികം ആലോചിച്ചൊക്കെ മനുഷ്യനെ നന്മയിലേക്കും അള്ളാഹുവിനെ അറിയുന്നതിലേക്കും എത്തിക്കുന്ന ചിന്തയാണ്. വിശുദ്ധ ഖുർആനിലെ 10-ാം അധ്യായം സൂറത്ത് യൂനുസിന്റെ 101-ാമത്തെ ആയത്ത്, 7-ാം അധ്യായം സൂറത്ത് അറാഫ് 158-ാമത്തെ ആയത്ത്, എത്ര ഇടങ്ങളിൽ അല്ലാഹു തആല പറഞ്ഞ വാക്കാ, ഖുൽ ഇൻദുറു മാദാ ഫിസ് സമാവാതി വൽ അർദ്. അല്ലാഹു നമ്മോട് പറയുക നബി, ആകാശങ്ങളിലും ഭൂമിയിലും എന്തൊക്കെയാണുള്ളതെന്ന് നിങ്ങളൊന്ന് നോക്കി മനുഷ്യരോട് പറഞ്ഞു കൊടുക്ക നബിയെ. നബിയുടെ മുന്നിലുള്ള സമൂഹത്തോടും ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യരാശിയോടും ഈ ലോകത്ത് ഏഴ് കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഈ ലോകത്തുള്ള സർവ്വ മനുഷ്യരോടും അല്ലാഹുവിന്റെ ഖുർആനിലെ വാചകം, ആകാശങ്ങളിലും ഭൂമിയിലും എന്തൊക്കെയാണ് ഉള്ളതെന്ന് നിങ്ങളൊന്ന് നോക്കുവിൻ. അങ്ങനെ നോക്കിയ ഒരു വിശ്വാസിക്ക് മാത്രമേ ഇങ്ങനെ പറയാൻ പറ്റൂ. എങ്ങനെ അറിയോ? റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലൻ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ എന്ന് പറയാൻ പറ്റണമെങ്കിൽ എന്ത് വേണം നിങ്ങൾ? അങ്ങനെ ശരിക്കും നോക്കണം. നോക്കേണ്ട പോലെ നോക്കാൻ അറിയണം. ധാരാളക്കണക്കിന് ആയത്തുകളെ മേഖലയിൽ കാണാൻ പറ്റും. അതുപോലെ വലിയൊരു സ്വാതന്ത്ര്യമാണ് അഭിപ്രായ സ്വാതന്ത്ര്യം. അഭിപ്രായ സ്വാതന്ത്ര്യം ഇസ്ലാമിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല എന്നാ മുസ്ലിങ്ങൾ പോലും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ളൊരു കാര്യം പറയണ്ടോ? അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ലോകത്ത് ഇത്രവേറെ വില കൽപ്പിച്ചൊരു മതം വേറില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം നസായി ഉദ്ധരിക്കുന്ന ഹദീസ് സ്വീകാര്യോഗ്യമാണ്, കലിമത്തു ഹഖിൻ ഇൻദ സുൽത്താനിൻ ജായിദ്, ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദ് അക്രമിയായ ഒരു ഭരണാധിപന്റെ അടുക്കൽ വെച്ച് സത്യം പറയലാകുന്ന, മുഖത്തോക്കിട്ട് ഹക്ക് പറയലാണ് ഏറ്റവും വലിയ ജിഹാദ് എന്ന്, ശ്രേഷ്ഠമായ ജിഹാദ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് മാത്രമല്ല, എല്ലാറ്റിനേക്കാളും അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളത് ഇസ്ലാമിലാണ്. ഒരിക്കലും ഇത് തെറ്റിദ്ധരിക്കരുത്. നടുറോട്ടിൽ വെച്ച് വിളിച്ചു പറയാനുള്ള അവകാശമല്ലത്. നടുറോട്ടെന്ന് അമീറിനോട് നേർക്ക് നേരെ ഉണർത്തലാണ്, അല്ലെങ്കിൽ ഉണർത്താൻ ഏൽപ്പിക്കപ്പെട്ടവനോട് ഉണർത്താൻ ആവശ്യപ്പെടലാണ്. നോക്കൂ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാം, രണ്ട് നബിമാരോടും പറഞ്ഞ എന്താ വാക്ക്? ഇദ്ഹബാ ഇലാ ഫിർഔന ഇന്നഹു തഗാ ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനാ. ഫിർഔനോട് ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ. അങ്ങോട്ട് രണ്ടാളും പോണം. എവിടേക്കറിയോ? ഫിർഔന്റെ അടുത്തേക്ക്. ഓൻ വല്ലാത്ത അതിക്രമകാരിയായിട്ടുണ്ട്. നേരെ രാജാവിന്റെ അടുക്കൽ ചെന്നിട്ട് കാര്യം പറയാൻ, ഫഖൂലാ ലഹു ഖൗലൻ, നിങ്ങൾ അക്രമിയായ, ലോകത്ത് ഇത്ര വലിയൊരു അക്രമി വേറല്ല, ദിൽ ഔതാദ് എന്നാണ് അല്ലാഹു പറഞ്ഞത്. ആ അക്രമിനോട് പറയേണ്ട വാക്കെന്നറിയോ? ഖൗലൻ ലയ്യിനൻ, സൗമ്യമായ വാക്ക്. ഒരു പക്ഷെ ആ വാക്കുകൊണ്ടുള്ള മെച്ചം തരുമോ? ഒന്നില്ലെങ്കിൽ ലഅല്ലഹു യതദക്കറു, ഓൻ ആലോചിക്കാൻ, ചിന്തിക്കാൻ, മനസ്സിലാക്കാം. ഔ അല്ലെങ്കിലോ മൂസാനോടും ആദർശത്തോടും കളിക്കാൻ നിൽക്കണ്ട, യഖ്ശാ, ഭയപ്പെട്ട് പിന്മാറി എന്ന് വന്നേക്കാം. അല്ലാഹു അക്ബർ.
അഭിപ്രായ സ്വാതന്ത്ര്യം. അത് അനീതി കാണിക്കുന്ന ഭരണാധികാരിയെ വാമൊഴിയായോ അല്ലെങ്കിൽ എന്താ പറയുക എഴുത്തിലൂടെയോ ഒക്കെ അറിയിക്കാം. അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ അത് നിർവഹിക്കണം. അതല്ലാതെ റോട്ടിലേക്ക് ഇറങ്ങിയിട്ട് കലാപാഹ്വാനമോ വിപ്ലവമോ പാടില്ല. അതിന്റെ ദുരന്തങ്ങൾ ഇന്ന് അനുഭവിക്കുകയാണ്. ഫലസ്തീനിലടക്കം, സിറിയയിൽ, അതുപോലെ തുനീഷ്യയിൽ, ഇസ്ലാമിൽ, മധ്യേഷ്യയിൽ, മിഡിൽ ഈസ്റ്റിലെ പല സ്ഥലങ്ങളിലും മനുഷ്യരനുഭവിക്കുകയാണ്. ഏത് എത്രത്തോളം ഈജിപ്തിലടക്കം ഇറക്കിയിട്ട് പിന്നെ വന്നതൊന്നും പരിഹാരമായില്ല. വിപ്ലവം പറഞ്ഞവരൊക്കെ ബാക്കിയായി ചവറ്റുകുട്ടയിൽ ചരിത്രത്തിലേക്ക് ഇറങ്ങിപ്പോയി. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും റേഷൻ കിട്ടിയിരുന്ന കാലഘട്ടം ആളുകൾ ഇപ്പോൾ ഓർക്കാണ്. എന്നോട് ഒരാൾ പറഞ്ഞത് ഇപ്പത്തെ ആളെങ്ങനെ അടിച്ചപ്പോ ഇങ്ങനെ കാണിച്ചേ, മുമ്പത്തെ ആളോ കൊയ്സ് എന്നാ പറഞ്ഞത്. ആളൊന്നും ഞാൻ പറയില്ല, ഏത് ഭരിച്ച ആളൊന്നും ഞാൻ പറയില്ല. അക്രമിയാന്ന് ലോകത്തെ പത്രങ്ങളിൽ മുഴുവനും ആളുകൾ പ്രചരിപ്പിച്ച ആളെ കുറിച്ച് നാട്ടുകാർ എങ്ങനെയാണ്? കാരണം ഞങ്ങൾക്ക് റേഷൻ കിട്ടിയിരുന്നൊന്നും, പിന്നെയോ വിപ്ലവം വന്നപ്പോഴോ ഇങ്ങനെയാണ്, ഉള്ള പട്ടിണിയായി എന്ന്. ഈ വിപ്ലവമാണോ ആഗ്രഹിക്കുന്നത്? അല്ല. അഭിപ്രായ സ്വാതന്ത്ര്യം അതല്ല. ഇസ്ലാം പ്രത്യേകിച്ചും മുസ്ലിം ഭരണാധികാരികളോട് സമീപനത്തെ കുറിച്ച് പറഞ്ഞിട്ട് ഇവിടെയും ഏറെക്കുറെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. കുറെയൊക്കെ ഈ രാജ്യത്തിന്റെ പ്രത്യേകമായ ചില എന്താ പറയാ സ്വാധീനങ്ങളൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നത് മറ്റൊരു അനുഗ്രഹമാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു സഹായിക്കുമാറാകട്ടെ. ഒരു വാക്കുകൂടി അവസാനിപ്പിക്കണം. എത്രത്തോളം നിങ്ങൾ ഇസ്ലാം എന്ന് പറഞ്ഞാല് നന്മയിൽ സഹകരിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം. നന്മയുടെ കാര്യത്തിൽ ഇസ്ലാം വലിയ പ്രോത്സാഹനം നൽകാം. ആയത്തെന്താ വെച്ചാല് നിങ്ങൾ പുണ്യത്തിലും തഖ്വയിലും പരസ്പരം സഹായിക്കണം, എന്നാൽ പാപത്തിലും അതിക്രമത്തിലും പരസ്പരം സഹായിക്കണം. ഇസ്ലാം നമ്മളെ പഠിപ്പിക്കണം അങ്ങനെയാണ്. ഒരു മനുഷ്യനോട് ഉണ്ടാകേണ്ട ബന്ധം എങ്ങനെയെന്നറിയോ? ഏത് നിലക്കാകണം ഒരു മനുഷ്യനോട് ബന്ധം പുലർത്തണം എന്നറിയോ? അലൽ ബിർരി വത്തഖ്വ എന്ന് പറഞ്ഞാൽ പുണ്യത്തിലും ഭക്തിയിലും എന്ന് പറഞ്ഞാൽ ബിർറിനെ പറ്റി ചോദിച്ചു. ഖീല അൽ ബിർറു എന്ന് പറഞ്ഞാൽ അൽ ഇസ്ലാം എന്നാണ്. വത്തഖ്വ എന്ന് പറഞ്ഞാൽ സുന്ന. അപ്പൊ ഇസ്ലാമിലും സുന്നത്തിലും ആയിരിക്കണം സഹകരണം. ബിദ്അയാണോ പരിശോധിക്കേണ്ടതുണ്ട്. അഹ്ലുസുന്നത്തിന്റെ ആശയത്തിനെതിരാണോ സഹകരണത്തിൽ സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട്. അലൽ ഇസ്മി വൽ ഉദ്വാൻ, അക്രമത്തിലും പാപത്തിലും സഹായിക്കരുതെന്ന് പറഞ്ഞാൽ ഇസ്മ എന്നതുകൊണ്ട് പറയപ്പെടുന്നത് കുഫറിൽ സഹകരണമില്ല. വൽ ഉദ്വാൻ, ഉദ്വാൻ എന്ന് പറഞ്ഞാൽ ശത്രുത എന്ന് പറഞ്ഞാൽ അൽ ബിദ്അ, ബിദ്അത്തിലും സഹകരണമില്ല. ഇസ്ലാമിലും സുന്നത്തിലും സഹകരണം, കുഫറിലും ബിദ്അത്തിലും സഹകരണമില്ല. അത് ന്യൂനപക്ഷത്തിന്റെ കുഫറും ബിദ്അത്തുമായാലും ഭൂരിപക്ഷത്തിന്റെ കുഫറും ബിദ്അത്തുമായാലും ഒരു സഹകരണമില്ല. അതുകൊണ്ട് മുഅ്മിനുകളെ, നിങ്ങളോട് കൽപ്പിക്കപ്പെട്ട കാര്യം പ്രവർത്തിക്കുന്നതിനും വിരോധിക്കപ്പെട്ട കാര്യം ഉപേക്ഷിക്കുന്നതിനും നിങ്ങൾ പരസ്പരം സഹകരിക്കണം എന്നാണ് മുഖ്തസർ തഫ്സീർ പോലുള്ള ചെറിയ തഫ്സീറിൽ കാണാം. എത്രത്തോളം അറിയോ? അല്ലാഹുവിങ്കൽ പാപത്തിന് കാരണമാവുകയോ സൃഷ്ടികൾക്കിടയിൽ പരസ്പരം ശത്രുതയും അതിലൂടെ രക്തം ചിന്തുവാനും അതുപോലെ സമ്പത്ത് കവരാനും അഭിമാനം ഹനിക്കാനും കാരണമാകുന്ന കാര്യങ്ങളിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കരുത്. സഹകരണം അള്ളാഹു തൃപ്തിപ്പെട്ട മാർഗത്തിൽ, നിസ്സഹകരണം അള്ളാഹു വെറുക്കുന്ന മാർഗത്തിൽ. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. ഇനി ഒരുപാട് അള്ളാന്റെ മതത്തെക്കുറിച്ച് ഈ മതത്തെ മനസ്സിലാക്കിയ ഒരാൾക്കാണ് അൽഹംദുലില്ലാഹ് ഖബറെന്ന് പറയാൻ പറ്റുക ദീനുൽ ഇസ്ലാം, എന്റെ മതം ഇസ്ലാമാണ്. അല്ലെങ്കിൽ ഈ വായിൽ മാത്രവും ചില വേഷത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പോരാ, അമലുകളിൽ കൂടി മതം വരണം. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കുമാറാവട്ടെ. നമ്മുടെ ഇണകളിൽ, നമ്മുടെ മക്കളിൽ അള്ളാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു ലോകത്തിന്റെ വിവിധ കോണുകളിൽ, വിശിഷ്യ സിറിയയിൽ, ഫലസ്തീനിൽ, വ്യത്യസ്ത ഭാഗങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന, പ്രയാസപ്പെടുന്ന ഉമ്മത്ത് മുസ്ലിമൊക്കെ അള്ളാഹു ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു അവരെ സഹായിക്കുമാറാകട്ടെ. അള്ളാഹു അവരിൽ മരണപ്പെട്ടവർക്ക് ഷഹാദത്തിന്റെ പ്രതിഫലം നൽകുമാറാവട്ടെ. അത്തരം പരീക്ഷണങ്ങളിൽ അള്ളാഹു നമ്മളെ, ഈ നാടിനെയും നമ്മയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد.